ഇത് ഞാനാ. എല്ലാം വളരെ ഭംഗിയായി അവസാനിച്ചു. അവരെന്നെ തട്ടിക്കൊണ്ടുപോയി ഇവിടെ ഇറക്കി വിട്ടു. അവിടെ എന്തായി? ബാബുക്കുട്ടൻ ചാരുന്റെ കാര്യത്തിൽ താലി കിട്ടിയോ? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഹലോ അമ്മേ, അമ്മേ. ഞാൻ ആകാശാണ്. എന്തിനാ ചേട്ടാ ഇങ്ങനെ ചെയ്തത്? തിരിച്ചു വാഹേട്ടാ പ്ലീസ്. ഇല്ലടാ, വരില്ല. എനിക്ക് ആ ചാരുനെ ഇഷ്ടമല്ല, നിന്നെ ഇഷ്ടമല്ല, അച്ഛനെ ഇഷ്ടമല്ല, അവിടെയുള്ള ഒന്നിനെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമുള്ളത് എന്റെ അമ്മയെ മാത്രമാ. അമ്മ എന്റെ എല്ലാം. ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് ഏട്ടാ. ചാരു പാവം മണ്ഡപത്തിൽ ഏട്ടനെയും കാത്തിരിക്കുക. പ്ലീസ് ഏട്ടാ ഒന്ന് തിരിച്ചു വാ പ്ലീസ്. പറയുന്ന കേക്ക്. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. അച്ഛനൊരു പാവം ഏട്ടാ. ഇതറിഞ്ഞ അച്ഛൻ എന്തോരം വേദനിക്കും. അയാൾക്ക് വേദനിക്കാൻ തന്നെയാടാ ഞാൻ ഇത് ചെയ്തേ, അറിഞ്ഞുകൊണ്ട് തന്നെ. ഞാൻ ജോലിയൊന്നും ഇല്ലാതെ നടന്നപ്പോ വീട്ടിലും നാട്ടിലൊക്കെ കഴിവ് കെട്ടവനെന്ന് പറഞ്ഞ് നാണം കെടുത്തി ബിസിനസ് ചെയ്യാൻ കാശ് വെച്ചപ്പോ അയാൾ എന്താ പറഞ്ഞത് നിനക്കറിയോ? ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചപ്പോ ഞാൻ അയാൾക്ക് പുന്നാര മോനായി. എങ്ങനെയാടാ അയാൾക്ക് ഇത്രയും നാണമില്ലാതെ പെരുമാറാൻ കഴിയുന്നേ? ഇപ്പോഴും എനിക്കൊരു വിലയില്ല. ആ ചാരുവില്ലേ, എപ്പോഴും അവൾക്കാണ് അവിടെ സ്ഥാനം. ഞാനിതൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാ, എനിക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം വാങ്ങിച്ചെടുക്കാൻ. ഇപ്പൊ എന്റെ ഫീൽ എന്താണെന്നറിയോ നിനക്ക്? വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉള്ള സന്തോഷവും ആ സ്വാതന്ത്ര്യമാണ് എനിക്ക്. അതാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നേ. ബാബുക്കുട്ടൻ ചാരുനെ കല്യാണം കഴിച്ച് ബോംബെക്ക് കൊണ്ടുപോകും. അപ്പോഴേ എനിക്കും എന്റെ അമ്മയ്ക്ക് സന്തോഷാവൂ. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ പ്ലീസ് ഏട്ടാ. മിണ്ടാതിരിടാ. നീ ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നീ ഇപ്പൊ തന്നെ ഞാൻ അച്ഛനോട് ഇതൊക്കെ പറയുമെന്ന് എനിക്കറിയാം. എന്നെ ഇനി അന്വേഷിക്കണ്ട. അയാളിനെ അന്വേഷിക്കില്ലോ എന്ന് എനിക്കറിയാം. ഇനി ഞാൻ ഇങ്ങോട്ടില്ല. ഈ നശിച്ച നാടേ വിട്ടു പോവുക. ചേട്ടാ പ്ലീസ്. ഗുഡ് ബൈ. ഹലോ. അമ്മേ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകുന്ന ഡോക്ടർ പറഞ്ഞു. ബാ. അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഓ, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. ഇപ്പൊ വരാമേ. ദൈവമേ. ആകാശേ, നമുക്ക് അമ്മയും കൂടി വേഗം മണ്ഡപത്തിലേക്ക് പോവാം. ശരി. നാഴിക്ക് 40 വട്ടം ബാലമാഷി വിളിച്ചു കൂവല്ലോ, എല്ലാം എനിക്ക് എന്റെ ചാരുവാണെന്ന്. എന്റെ പെങ്ങളുടെ മോള് മഹാലക്ഷ്മിയാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ. എന്നിട്ടാണോ അവളുടെ കല്യാണം മുടക്കാൻ നിൽക്കുന്നത്? ഒരു നല്ല ജീവിതം അവളുടെ മുന്നിൽ ബാബുക്കുട്ടന്റെ രൂപത്തിൽ താലിയും നീട്ടി നിൽക്കുമ്പോ ആ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കുന്നതാണോ അമ്മാവന്റെ സ്നേഹം? ഈ മണ്ഡപത്തിന് താലി കെട്ട് നടക്കാതെ ഇറങ്ങിപ്പോയാ പിന്നെ ചാരുവിന് ഒരു നല്ല ജീവിതം കിട്ടോ? ഇവളൊന്ന് നിങ്ങളുടെ നിലവറയിൽ അടിമയായി കഴിയണമെന്നാണോ? രക്ഷകനാണ്, ദൈവമാണെന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചടക്കുന്ന നിങ്ങളുടെ മനസ്സിലിരിപ്പ്. മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ അവള് രക്ഷപ്പെടണമെന്ന് തരുമെങ്കിലും ആശ ഉണ്ടെങ്കിൽ ബാബുക്കുട്ടനെങ്കിൽ ബാബുക്കുട്ടനെന്ന് വിചാരിച്ച് കല്യാണം നടത്താൻ നോക്ക്. ഈ ചെല്ലടാ ബാബുക്കുട്ട.
കറക്കാൻ ചെല്ലുമ്പോ തൊഴിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുന്ന പശുക്കൾക്ക് നമ്മളൊരു മൂക്കുകയറിടും. അതുപോലെ ഇവക്കിപ്പോ വേണ്ടത് ഒരു താലിക്കുരുക്ക. നീ ധൈര്യമായി കെട്ടണ ബാബുക്കുട്ടാ. നിങ്ങളെന്തിനാ ഇങ്ങനെ നോക്കിക്കുന്നേ? നാദസ്വരം തുടങ്ങ്. മംഗളസുതിവായി കൊട്ടി കേറങ്ങട്. ആ അവിടെ ബാലമാമ പാവ അരവിന്ദേട്ടൻ എന്നെ സ്നേഹിച്ചതിനും കല്യാണം കഴിക്കാന്ന് സമ്മതിച്ചതിനും ആ പാവം എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത്? ചേട്ടാ, കൈലാഷ് സാർ, അഴിച്ചുവിടാ. ഒറ്റ ഒരുത്തനാണെങ്കി പോരുത് കേട്ടല്ല. എല്ലാ ഡോറും അടയ്ക്കറ. ഏതെങ്കിലും ഒരുത്തൻ മുന്നോട്ട് ചുവട് വെച്ച അവൻ ഇവിടെ പെടഞ്ഞു വീഴും.